ബിരിയാണി കഞ്ഞി എന്നാൽ തിരുവനന്തപുരത്തുകാർക്ക് ഒഴിച്ചുകൂടാനാവാത്ത നോമ്പുതുറ വിഭവമാണ്. പ്രത്യേകിച്ച് പാളയം പള്ളിയിൽ ദിവസവും 1000 മുതൽ 1500 വരെയുള്ള ആളുകൾ ഇവിടെ ബിരിയാണി കഞ്ഞി കുടിച്ച് നോമ്പ് തുറക്കുന്നു. മലപ്പുറം MLA P. ഉബൈദുള്ളയും ആദ്യ നോമ്പ് തുറക്ക് പാളയത്തുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നോമ്പുകാലത്ത് വരുന്ന എല്ലാവരും പാളയം മിക്കവാറും മഹാഭൂരിപക്ഷം ആളുകളും പാളയം പള്ളിയിൽ മഗ്‌രിബ് നമസ്കാരത്തിനും നോമ്പ് തുറക്കുമായി എത്തുന്നു. പച്ചരിക്കൊപ്പം ഉടച്ച പയർ, ചുക്ക്, കുരുമുളക്, ഏലക്ക, തേങ്ങ, ഉലുവ, നെയ്യ്, വെളിച്ചെണ്ണ അങ്ങനെ ഒത്തിരി കൂട്ടുകൾ ഈ കഞ്ഞിയിലുണ്ട്. വട്ടിയൂർക്കാവ് സ്വദേശി മുഹമ്മദ് ഹനീഫ എന്ന ഈ 75-കാരനാണ് കഴിഞ്ഞ 45 വർഷമായി ഇവിടത്തെ പ്രധാന പാചകക്കാരൻ. ബിരിയാണി കഞ്ഞിക്കൊപ്പം എന്തെങ്കിലും പ്രത്യേക വിഭവങ്ങളും നോമ്പ് തുറക്കുണ്ടാകും. പാളയം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയാണ് ബിരിയാണി കഞ്ഞിയും വിഭവങ്ങളും ഒരുക്കുന്നത്. ഇതിനു പുറമെ 300ഓളം പേർക്ക് ഇടയത്താഴവും നൽകുന്നു. കഴിഞ്ഞ 50 വർഷമായിട്ട് നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു സമൂഹ നോമ്പ് തുറയാണ് നടത്തി വരുന്നത്. ഇതുവേണ്ടി മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. മറ്റേത് വിഭവവുമായി നോമ്പ് തുറന്നാലും ഇവിടുത്തുകാർക്ക് മതിയാവില്ല, ബിരിയാണി കഞ്ഞി തന്നെ വേണം. ക്യാമറമാൻ ഉണ്ണി പാലാഴിക്കൊപ്പം സവാദ്, മീഡിയ 1, തിരുവനന്തപുരം.